അഴകുള്ള വേഷം പൂണ്ട് നിസ്കരിക്കേണ്ടതാ, അതിനൊത്ത തലയിൽ കെട്ടു നീ കെട്ടേണ്ടതാ. ഫത്ഹുൽ മുഈൻ നീ നോക്കിയാൽ കാണുന്നതാ, 41-ാം പേജ് അതിൽ വിവരിച്ചതാ. രാജാക്കളെ കാണാൻ കടന്നാൽ നല്ല ചമയത്തിലല്ലേ എന്ത് റബ്ബിനിതില്ല. നിഷ്പക്ഷമായി ചിന്തിച്ച് നോക്ക് സഹോദര, കളിക്കല്ല നീ അവനോട് പാടും ഹരഹര. ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി, അവർക്കുണ്ട് തലയിൽ കെട്ടുവാലും പുറകിലായി. അല്ലാഹുവിൻ്റെ മലക്കുകൾക്ക് ഈ വേഷമാ, നമുക്കൊക്കെ ഇന്നീ വേഷമേ ഒരു മോശമാ. സുബ്ഹാന റബ്ബി എന്തിനാ പറയുന്നത്, അട്ടയ്ക്ക് ചേരാമെത്തയിൽ കിടപ്പില്ലത്. തല നീ മറയ്ക്കുന്നില്ല എങ്കിൽ പിന്നെ സാക്ഷിക്ക് പറ്റുന്നില്ല ശറഇൽ നിന്നെ. ഓർത്തൊന്ന് നോക്ക് മതിപ്പ് ദീൻ തരുന്നില്ല, ലോകം നിനക്കൊതുങ്ങുന്നതിൽ കഴമ്പില്ല. മുസ്ലിം അമുസ്ലിം ഇടയ്ക്ക് വേർതിരിക്കുന്നതാ, തൊപ്പിക്ക് മീതെയുള്ള കെട്ടെന്നുള്ളതാ. തലയിൽ കെട്ടൊന്നു ധരിച്ചു കണ്ടാൽ സ്വപ്നമിൽ നേതൃത്വമുള്ളവനായി വരും അവൻ ഭാവിയിൽ. ഇത് കണ്ടിതിന് ഒരു മുശ്രിക്കാണെന്നാൽ അവൻ ഇസ്ലാം മതം കൈക്കൊള്ളണം പിന്നീടവൻ. ഇതിനുള്ള വ്യാഖ്യാനം ഗ്രഹിച്ചാൽ ചിന്തകൻ ഒഴിക്കാതെ തലയിൽ കെട്ടും പിന്നവൻ. ഇതുപോലെ തഅ്തീറുൽ അനാമിൽ വന്നതാ, 129 കാണുന്നതാ. തലയും തുറന്നിനിമേൽ നമസ്കരിക്കല്ലേ, തലയിൽ കെട്ടും ഒഴിച്ചിട്ടു നീ നടക്കല്ലേ. റകഅത്ത് കൂടുതൽ 70 അതിനല്ലേ, കരയുന്ന നാടിൽ ചെന്ന് കൈ കടിക്കല്ലേ. ഹസനാത്തിനെല്ലാം പ്രതിഫലം അന്നല്ലേ, അതു സംഭരിക്കേണ്ടുന്നതും ഇന്നല്ലേ. മുൻതൂക്കമന്നില്ലെങ്കിലോ കുഴഞ്ഞില്ലേ, 300 കൊല്ലം തെണ്ടിയാൽ ഗതിയില്ലേ. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ, ശോഭിച്ച മാതൃക എന്നതും മറക്കല്ലേ. കാലത്തിനൊത്തൊരു കോലമായി തിരിയല്ലേ, മൂലത്തിനൊത്തൊരു കോലമിൽ പിഴക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോട് തന്നൊപ്പിച്ചുതാ.